ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഈവനിങ് വ്ളോഗാണ്. ഇപ്പം സമയം 7:28 ആയിട്ടുണ്ട്, കണ്ടോ. അപ്പം ഇനി നമുക്ക് ചെറിയൊരു സാധനം നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്ക് നേരെ കിച്ചണിലേക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള. അപ്പം ഹോം ടൂറൊക്കെ പതിയെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ട എന്തോ സംഭവം മനസ്സിലായിട്ടാണ് വേണ്ടി. അപ്പം ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മൈദ, പിന്നെ പാല്, കൊക്കോ പൗഡർ, ഒരു മുട്ട, പിന്നെ ബൗള് 2 എണ്ണം, പഞ്ചസാര, വിസ്കിയോ പിന്നെ മുട്ടായി. വിസ്കി അല്ല, റമ്മ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എന്ത് ഇടുന്നത്? മൈദ. നമുക്ക് നമ്മുടെ ഉണ്ടകളിൽ വെച്ച് അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യത്തെ ഒരു സ്കൂപ്പ് മൈദ നമുക്കിടാം. അയ്യോ, ഇതിനകത്ത് വെള്ളമുണ്ട്, നമുക്ക് കളയാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്. നമുക്കപ്പം ആദ്യത്തെ സ്കൂപ്പ് മൈദ ഇടാം. ഇച്ചിരിയും കൂടി ഇടാം. നമുക്കൊരു 4 സ്കൂപ്പ് ഇടാം. അത്ര മതിയായിരിക്കും, നമുക്ക് 4 പേരില്ല. ഞാനൊരു അപ്പം നമുക്ക് ഇനി എന്നെ കണ്ടില്ലെന്നാരും പറയരുത്. അപ്പം എനിക്ക് തോന്നുന്നു 4 സ്കൂപ്പാന്ന് തോന്നുന്നു. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. പറഞ്ഞു അപ്പം അല്ല, പറഞ്ഞില്ലെന്നല്ല, ഞാൻ ഇട്ടില്ല. ഓ മൈ ഗോഡ്. അപ്പം നമുക്ക് അടുത്ത മുട്ട പൊട്ടിച്ചിടാം. ആണ്ട കൂടെ അപ്പം നമുക്ക് എന്തോ അരിവാള് അത് വേറെ ഇടുവാണേ. ഒരു മിനിറ്റേ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഒന്നും കൂടെ വേണമെങ്കിൽ ഇടാം. വേണ്ട, നമുക്ക് എല്ലാം ഇട്ടിട്ട് നമുക്ക് കാണാം. ഇതെന്തോ പോലെ ഇരിക്കുന്നു. നമുക്കിനി കുറച്ച് പഞ്ചസാര ഇടാം. ഒരു സ്പൂൺ 2 സ്പൂൺ ഇടാം. മതിയോ? അതായത് നമ്മൾ 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമുക്ക് ഞാൻ വിചാരിച്ചു 2ആയിട്ട്, ഒന്ന് നോർമലും ഒന്ന് കൊക്കോ പൗഡറും ഇട്ട് ആക്കാം. ചോക്ലേറ്റ് വാനില. നമുക്ക് പാല് ഒഴിക്കാം. നമുക്കിത് വെച്ച് ആദ്യം മിക്സ് ആവുന്നുണ്ടോ നോക്കാം. ഭയങ്കര പേടിയാണ് ഇത് വെച്ച്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇളക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ബാറ്റർ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനിയും ഇതിലോട്ട് മാറ്റി കൊക്കോ പൗഡർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇച്ചിരിയെ മാറ്റിയുള്ളൂ, ഒത്തിരി മാറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് ആവും. ഉണ്ടോ കൊക്കോ പൗഡർ? ഞാൻ ഇച്ചിരി ഏറെ കൊക്കോ പൗഡർ ചേർക്കാം. ഇതിനെ മിക്സ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഒത്തിരി കയ്പില്ലാതാണിത്. നമുക്കിനി ഇളക്കാം. വേറെ ഇതെടുക്കാല്ലേ, നമുക്ക് ഇത് വെച്ച് നോക്കാം. പൊടിയായിരിക്കും. വേണ്ടത് ഇത് വേറെ സ്പൂൺ എടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇളക്കാം. എനിക്കിത് കണ്ടിട്ട് കിണ്ടറിയാണ് ഓർമ്മ വരുന്നത്.
നൂല് കയറും, ഇല്ലെങ്കിൽ ഇത് ഇതാവും. ഭയങ്കര കട്ടി. ഇതിനെക്കാട്ടിൽ നമുക്ക് ഇതിൻ്റെ നോക്ക് മാവ് ആഡ് ചെയ്യുമ്പോൾ ആ അതാ പൊടി നമുക്ക് താരം ഒഴിക്കാം. കാണിച്ചത് കാണിക്കാം, അത് കാണിക്കാം. അപ്പോൾ ഗൈസ് ഇന്ന് അച്ചു പൊട്ടിച്ച ഗ്ലാസ് ആണിത്. അമ്മ അത് ഞാൻ ഇത് എടുത്തപ്പോഴേ ആ തുമ്പത്ത് വെച്ചത് താഴെ ഇട്ടില്ല. അതപ്പോ ഇനി ഇച്ചിരിയും കൂടെ മാവ് വേണ്ടി വരും. ഇത്ര പോലെ കുട്ടി ഇട്ടു. കേട്ടോ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ. എന്തിനു നീ ഫ്രണ്ട് ചേച്ചി കൊണ്ട് ആ ഇത് മുഖം മാറ്റി അതിൻ്റെ അകത്തായിരുന്നു അല്ലേ കേട്ടോ. എനിക്ക് മറ്റേ മാർബിൾ കേക്ക് ഓർമ്മ നിനക്ക് എന്തൊക്കെയാ ഓർമ്മ വരുന്നത്? കണ്ടു കണ്ടു കൊള്ളാം. അപ്പോൾ ഗൈസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പാൻ ഒഴിക്കാൻ പോകുമ്പോൾ കാണാം അല്ലേ. അപ്പോൾ ഗൈസ് നമുക്ക് ഫസ്റ്റ് ബാറ്റർ ഒഴിക്കാം. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒഴിക്കാം. അയ്യോ ആദ്യത്തെ നല്ല കാര്യം. പ്രോ കുക്കറാണെന്നൊക്കെ പറഞ്ഞതാ, പക്ഷേ പ്രോ ഇതാ കിടക്കുന്നു. ഞാൻ ദോശ പോലുണ്ട്. ഇതെന്തു അപ്പോ? അത് കുഴപ്പമില്ല, നമുക്ക് അടച്ചു വെക്കണ്ടല്ലോ. എനിക്കറിയില്ല, നിനക്കല്ലേ അറിയാവുന്ന. അടച്ചു വെക്കുക, അപ്പൊ എന്നാലേ അകം വേവും. ഇങ്ങനല്ല ആക്കാം. എണ്ണയത് കുഞ്ഞവനെ. അയ്യോ വേറെ കാഴ്ച അതാവുന്നു. കാഴ്ച ഗൈസ് നമ്മൾ ആദ്യത്തെ ഇട്ടിട്ടുണ്ട്. നമുക്കിനിയും ഈ ചോക്ലേറ്റ് ചിരി കഴിക്കാറുണ്ട് കേട്ടോ. അത് ഇച്ചിരി ലൂസ് ആക്കണം. അപ്പോൾ ഇതെനിക്ക് ഇപ്പോൾ കറക്റ്റ് ചോക്ലേറ്റ് പോലെ കാണാമോ? അപ്പോൾ നമുക്കത് വേവട്ടെ. നല്ല രസമുണ്ടല്ലേ കാണാൻ. അടച്ചു വെക്കണ്ട, അടച്ചു വെക്കണ്ട. അയ്യോ അയ്യോ മേലുട്ടയാ പുട്ടയാ ജാവുങ്ക. അപ്പോൾ അത് വേവട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ചോക്ലേറ്റ് അപ്പം ഇത് വെച്ചിട്ടുണ്ട്. ആദ്യത്തേത് കാണുന്നില്ല ഗൈസ്, ഇതോ പറ്റിയാവോ? അടുത്ത ഞാനൊഴിക്കാം. എന്തൊരു സ്വഭാവം വേണ്ട ഗൈസ്, ഇങ്ങനെ ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ചോക്ലേറ്റ് ലെയർ ഇടാം. ഓക്കെ, അപ്പോൾ ചേച്ചിക്കൊണ്ട് വേണ്ടേ അടുത്തതിനുള്ള ഒഴിച്ചു. ഇത് നല്ല ലൂസും ഇത് നല്ല കട്ടിയുമായിരിക്കും. കുഴപ്പമില്ലായിരിക്കും. ഓക്കെ, ഇത് വന്നിട്ട് അപ്പോൾ ഇതേ നല്ലതായിട്ട് ഇത് പച്ചവെള്ളം ഒഴിച്ച് പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്ത് എന്തെന്നാ എന്തേലും നടക്കുമോ? ഇതിപ്പം ഞാൻ രണ്ടാമത് പിന്നെ ഇട്ടു. അപ്പോൾ ഞങ്ങൾ 7:30 ആയപ്പോൾ പണി തുടങ്ങി. അടുത്ത സമയം നോക്കും. സൂം ചെയ്യാൻ പറ്റുന്നില്ല, സോറി. അയ്യോ, അപ്പം നമ്മൾ ഇനി സെറ്റ് ആക്കുമ്പോൾ കാണിക്കാം ഗൈസ്. സമയം 8:47 57 സോറി. പാൻ കേക്ക് കുഞ്ഞുങ്ങളെ കണ്ടോ ഗൈസ്? കണ്ടോ കണ്ടോ കൊള്ളാവോ? അപ്പോൾ ഇനി എല്ലാം സെറ്റ് ആക്കിയിട്ട് അപ്പോൾ ദേ നമ്മുടെ സാധനം ഇതാ. ചോക്ലേറ്റ് വാനില പാൻ കേക്ക് എന്നതിന് പേരിടാം. അതെ, ആൽമണ്ട് ചേർത്തുണ്ട്. അത് മുട്ടായിക്കകത്തുള്ള ആൽമണ്ടാണ്. അപ്പോൾ ഗായ് സമയം ഇപ്പോൾ നോക്കൂ 9. അതെ, നമ്മൾ 7:30 ആയപ്പോഴേക്കും ഒന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്.
ഇത്രയും സമയം. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ഈവനിങ് വ്ലോഗ് കുക്കിംഗ് വ്ലോഗ് ആയെന്നൊരു സംശയമുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനും കഴിക്കട്ടെ ഗായ്സ്. എനിക്ക് കുറേ നേരത്തെ കൊതിപ്പിടിച്ചിരിക്കുന്നു ഞാനും. ഇതിങ്ങനെ മതി. ഓക്കെ, അപ്പോൾ ആദ്യം ഗൈസ് ഇത് കണ്ടോ ഇവിടെ. ഗുഡ്. ആ ചേച്ചൂട്ടൻ ചോക്ലേറ്റ് കഴിച്ചില്ല. ചോക്ലേറ്റിന് കൊക്കോ പൗഡർ കൂടി പോയി കഴിപ്പായി. ഞാൻ കഴിച്ചു നോക്കിയത്. അതേണ്ടേ, ഞാൻ കഴിക്കട്ടെ. ഒരു മിനിറ്റ്, ഞാനിവിടെ എടുക്കട്ടെ. ഇതെന്തെന്നാ? ഞാൻ അങ്ങനെയാണ് പറയാറ്. വേഗം എടുത്തു കിട്ടാ. ഓക്കെ, ഞാൻ കഴിക്കാൻ പോണേ. ഞാനും. കൊള്ളാം ഗൈസ്, സാധനം ടേസ്റ്റ് ഉണ്ട്. നമുക്കിപ്പോൾ വൈകിട്ടൊക്കെ കൊച്ചു പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഗുഡാണ്. കുറച്ചുകൂടെ മധുരം വേണമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് കറക്റ്റായിട്ട് എനിക്ക് തോന്നിയത്. കൊള്ളാം. ഇപ്പം എന്തായാലും 9 സംതിങ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് രാത്രി ഫുഡ് കഴിക്കണം. ഇത് തിന്ന് എങ്ങനെ ഫുഡ് കഴിക്കും? അപ്പം ഞങ്ങൾ റൈസ് എടുത്തായിരുന്നു. അപ്പം അത് കഴിക്കാനാണ് സത്യം പറഞ്ഞാൽ വിചാരിച്ചത്. പക്ഷേ എന്ത് റൈസ്? ഒന്ന് ബിരിയാണിക്ക് എടുത്തില്ലേ? അത് ഇരിപ്പുണ്ട്, അതെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അമ്മ പറഞ്ഞു നമുക്ക് നാളെ ഉച്ചയ്ക്ക് എടുക്കാം. ഇത് ഞാൻ കഴിക്കട്ടെ ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. അപ്പം നമ്മളിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പം ഞാൻ തിന്ന് മടുത്തു ഗൈസ്. ബാക്കി ഇത്രയും കൂടെ ഉണ്ട്. നാളെ കഴിച്ചാലോന്ന് വിചാരിച്ചു. പക്ഷേ വേണ്ട, വെറുതെ വെച്ചാൽ ചിലപ്പോൾ ചീത്തയാവും. ഞാൻ കഴിക്കത്തില്ല. അപ്പം കൊള്ളാം, നല്ല സാധനമാണ്. ഫുഡ് വേസ്റ്റ് ചെയ്യൊന്നുമില്ല, എന്തായാലും തിന്ന് തീർക്കാൻ നോക്കും. അപ്പം നമ്മളിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ച അവിടെ തീ വരുന്ന വ്ലോഗ് വെച്ചാൽ ഞാൻ തെറ്റാണ് അവിടെ പറഞ്ഞത്. ഞങ്ങൾ കഴിക്കുകയാണ്. അതെ, അപ്പം കഴിച്ചിട്ടാണ്. ഞാൻ കഴിച്ചു കഴിഞ്ഞു. നമ്മുടെ അടി കാണുവാണ് ഇപ്പോൾ. അടി. ഹലോ ഗൈസ്, അപ്പം ഇപ്പം സമയം 11 മണിയായി. അതെ, ഞങ്ങൾ 7:30 തുടങ്ങി, 11:30 തോന്നുന്നു. ഇതാണ് ഞങ്ങളുടെ ഈവനിങ് വ്ലോഗ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ വലിയ ചാനലാക്കാൻ നിങ്ങളും ഞങ്ങളെ സഹായിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അതെ, അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.